ഇത് നമുക്ക് NOCയിൽ ഒരു 4 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ്. അതായത് ടാക്സ് ഒരു 50 രൂപ ടാക്സും പ്രതീക്ഷിക്കണം. ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിക്ക് 5 ലക്ഷം രൂപക്ക് നമ്പറാക്കി കൊടുക്കാം. 890 റീ ആക്കി കൊടുക്കാം. ഓട്ടോമാറ്റിക് ബെസ്റ്റ് പ്രൈസ് ആണ്. 12 വണ്ടി ഓട്ടോമാറ്റിക് 890. എന്തായാലും 240 കേരള നമ്പറാക്കി കൊടുക്കും. എന്താ വില? നമ്മൾ 270 12 വണ്ടി. അതും ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്ത ടൈപ്പ് 5.5 കൊടുക്കുന്നത്. പിന്നെ വേറെ ഗുണമുണ്ട്, അവിടെ കിടന്നുള്ളൂ, ഒരു കംപ്ലൈന്റും ഇല്ലാത്തൊരു എഞ്ചിൻ വരില്ല. ഏകദേശം ഒരു 5 കൊല്ലമായിട്ട് നമ്മളെ കയ്യിലുള്ള വണ്ടിയാണ്. അല്ല, ഇത് പേപ്പർ ആക്കിയതാ കേരളത്തിലേക്ക്? അല്ല, ഒറിജിനൽ കേരള വയനാട് വണ്ടിയാ. നിങ്ങളുടെ KL12 ഫാൻസി നമ്പറാണ്. ഓക്കെ. 1.5, 2.5, 3.5 ഒക്കെ വില വരുന്ന നല്ല അടിപൊളി റീ വണ്ടികൾ. അതായത് നമ്മൾ ഈ സാധാരണ ഈ ചെറുവണ്ടികളൊക്കെ അങ്ങനെ അധികം ഒരു ഷോറൂമിലും റീ വണ്ടികൾ കാണാറില്ല. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോർച്യൂണറും പിന്നെ ക്രിസ്റ്റയൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇവരുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ കുറച്ച് ചെറുവണ്ടികൾ വന്നിട്ടുണ്ട്. വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളാണ് എല്ലാം തന്നെ. അതിനൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കിടക്കുന്ന എല്ലാം അത്യാവശ്യം എൻക്വയറി ഉള്ള ലിവയാണ്, അതും ഡീസലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് കാർവ മോട്ടോഴ്സിലാണ്. ഇവിടെ ഷോറൂമിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പുറത്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ട് നമ്മുടെ യാസിർ ബ്രോൻ്റെ ആണ് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തപ്പി പിടിച്ച് വണ്ടിയൊക്കെ എടുത്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ എടുത്തുകൊണ്ടിരുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് തരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടികളുമായിരിക്കും. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല മോങ്ങം എന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഷോറൂമിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കറക്റ്റ് പറഞ്ഞുതരാം. നമ്പർ വെച്ചിട്ടുണ്ട്, എന്ത് ഡീറ്റെയിലിന് വേണമെങ്കിലും വിളിച്ചോ. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഏത് വണ്ടീൻ്റെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചും തരും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ. ഇപ്പോൾ ഇവരുടെ ഇത്തരം വണ്ടികളിലൊന്നും നോർമലി ഇപ്പോൾ അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലൊന്നും പറയുന്നില്ല, ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഫോർച്യൂണർ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റ ഉണ്ട്. വേറെ ഇതാ ഈ കിടക്കുന്ന ചെറുവണ്ടികളൊക്കെ റീ വണ്ടികളാണ്. നമ്മുടെ യാസിർ ബ്രോൻ്റെ അടുത്താണ്. യാസിർ ബ്രോ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു 2-3 മാസമായി ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ? അന്ന് കാണിച്ചെല്ലാം ചൂടൊപ്പം പോയി. അതാണ് കാരണം ഈ പറഞ്ഞ ചെറുവണ്ടികളൊക്കെ അങ്ങനെ റീ വണ്ടികളെല്ലാം ആരുടെ അടുത്ത് ഉണ്ടാവാറില്ലാത്ത സാധനങ്ങളാണല്ലേ? സത്യം പറഞ്ഞാൽ ചെറിയ വണ്ടികൾ സെലക്ട് ചെയ്തെടുത്തതാണ്. അതെ, 5 എറ്റിയോസ് ലിവ ഉണ്ട്, പിന്നെ ഒരു ടൊയോട്ട യാരിസ് ഉണ്ട്. അതൊക്കെ ഇതൊക്കെ ഡീസലൊക്കെ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം. ഷോറൂമിന്റെ വർക്ക് നടക്കുന്നുണ്ട് അല്ലേ? ഷോറൂം തുടക്കത്തിലാണ്. അതായത് കാർവ എന്നാണ് ഇവരുടെ ഒരു ബ്രാൻഡ്, കാർവ മോട്ടോഴ്സ് അല്ലേ? അടിപൊളി. അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ നമുക്ക് ഷോറൂമിലാവട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ഇതിപ്പോ മോഡല് 2016 RXT വേരിയന്റ് ആണ്. 16 RXT എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ് കാര്യങ്ങൾ സിംഗിൾ എയർ ബാഗ് വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല നീറ്റാണ്. നമ്മളൊരു ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്ത സെയിം കണ്ടീഷനിലാണ് ഉള്ളത്, ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള, ഒറിജിനൽ മലപ്പുറം ഫാൻസി നമ്പർ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമ്മൾ പാർട്ടിയുടെ പരിചയമുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് നമ്മളൊരു WRV കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 80ന്റെ താഴെ. അല്ല, ജെന്യൂൻ കിലോമീറ്റർ, 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. 16. എന്താ വില എത്ര? ഇതൊരു 190. 2016 വണ്ടി. മോശമൊന്നുമില്ല. RXT എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, നല്ല നീറ്റാണ്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു 15-20 മൈലേജും കിട്ടും, പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു സാൻഡ്രോ കാണിച്ചു. ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2013 ആണ്. മോഡൽ കൂടിയ വണ്ടി അല്ലേ? കുറച്ച് കൂടിയതാണ്. ഓക്കെ. അതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വലിയൊരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വേരിയന്റ് ഒക്കെ ഏതാ വരുന്നത്? ഇത് 2013 GLS ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ടു ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഒക്കെ വരുന്നത്. അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. സാൻഡ്രോ ഈ ഷേപ്പിലെ 13 പറയുമ്പോൾ ലാസ്റ്റ് വണ്ടി, ഏകദേശം ലാസ്റ്റ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇല്ല, ഇത് പാർട്ടിയുടെ വണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 88,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. പെട്രോൾ ആണ്. ആൾമോസ്റ്റ് റെഡി ആവാനാണ് സാധ്യത. കിലോമീറ്റർ എന്താ വില? ഇത് വരുന്ന നമുക്കൊരു 1.45 ആണ് ചോദിക്കുന്നത്. 13 മോഡലാണ്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഒരു ഓഫർ റേറ്റ് ആണ്. അത് 1.80 റേഞ്ച് വരെയൊക്കെ ചോദിക്കാം. വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ മോശമൊന്നുമില്ല. 1.45 നമുക്ക് 13 വണ്ടി കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു എത്തിയോസ് ലിവ. ഇത് 2011 ആണ്. 11 ലിവ ഡീസൽ ആണ്. GD ആണ്. അതായത് നല്ല നീറ്റ് വണ്ടി കേട്ടോ, കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇത് നിലവിൽ ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ആണ് ഉള്ളത്. AP രജിസ്ട്രേഷൻ. NOCക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേപ്പർ ആക്കിയിട്ട് നിലവിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് ഇത് 240
റീ ചെയ്ത് കൊടുക്കാം. അതായത് കേരളത്തിലെ ബോർഡും നമ്പറും ഒക്കെ വെച്ചിട്ട് 2,40,000 രൂപ. ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ 4 ടയറും കുഴപ്പമില്ലാത്ത നല്ല രീതി പുതിയ ടയറാണ്, പുത്തൻ ടയറുകളാണ്. പിന്നെ ഇത് മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു ഡോർ എന്തുണ്ടോ സംശയമുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പഴയ കാറല്ലേ. പിന്നെ ഇതിന്റെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഹൈദരാബാദിൽ നിന്ന് ഞാൻ ഓടിച്ചു വന്ന വണ്ടിയാണ്. ഓടിച്ചു വന്ന കണ്ടിന്യൂസ് ആയിട്ട് 1000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു വന്നു. അത്രയ്ക്ക് ഓടിക്കാൻ കംഫർട്ടാണ്. അതെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 20 പുറത്ത് മൈലേജും കിട്ടും. നല്ല മൈലേജ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടി. 1000 കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചെങ്കിൽ പിന്നെ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് കേട്ടോ, ഒരു വണ്ടി എടുക്കുമ്പോൾ 100-200 കിലോമീറ്റർ നിർത്താൻ ഇതിലുള്ള എല്ലാ കാറുകളും ഞാൻ ഓടിച്ചിട്ട് തന്നെ പറയാം. നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ ഒരു ഗ്യാരണ്ടി പറയണ്ടേ. ഇത് എന്തായാലും 240 നിങ്ങൾക്ക് കേരള നമ്പർ ആക്കി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണെങ്കിലോ? ഇത് എന്റെ സുഹൃത്തിന്റെ കാറാണ്. പെട്രോൾ ആണ്. VX 2019. ഡി ഉണ്ടാവില്ല. ഇല്ല, VX ഡുവൽ ടോൺ. ഇതും സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. ഇന്ത്യയിൽ ഒന്നും മോശമൊന്നുമില്ല കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്, അതും പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 2019 2019 മോഡൽ ഉണ്ട് കേട്ടോ. ഇതും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ 15 റേഞ്ച് പ്രതീക്ഷിക്കാം. കമ്പനി സർവീസ് വെഹിക്കിൾ ആണ്. കിലോമീറ്റർ ഏകദേശം 80,000 റേഞ്ചിൽ ഓടിയിട്ടുള്ളത്. ഇതിലിപ്പോ വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? നീറ്റ് വണ്ടിയാണ്. ഇത് ഡെലിവറി എടുത്ത അന്ന് മുതൽ ഞാൻ അറിയുന്ന വണ്ടിയാണ്. അതെ അല്ലേ? ഓക്കെ, എന്നാലും 19 മോഡലാണ്. ഇത് വില കേട്ടെ? ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ. 5,50,000. ഡീസൽ ആയിരുന്നെങ്കിൽ ഒരു 7.5 വില മേലെ പോകും. അപ്പൊ പെട്രോൾ ആയതുകൊണ്ടാണ് പിന്നെ 5.5 കൊടുക്കുന്നത്. പിന്നെ വേറെ ഗുണമുണ്ട്, അവിടെ കിടന്നുള്ളൂ, ഒരു കംപ്ലൈന്റും ഇല്ലാത്തൊരു എഞ്ചിൻ അല്ലേ? എന്തായാലും കൊള്ളാം കേട്ടോ. അടുത്തത് ബ്ലാക്ക് കളറാണ്. കിടിലൻ സാധനം. ഏതാ മോഡല്? 2018-19 രജിസ്ട്രേഷൻ ആണ്. ഡി ആണോ? VX ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. തോന്നുന്നു ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് തോന്നുന്നു. കാരണം അലോബിയിലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ വണ്ടി ഒരു ലുക്ക് ഉണ്ടല്ലേ സാധനം. ഇതും നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. എൻ്റെ ഫാമിലിപ്പെട്ട ഒരാൾ. കിലോമീറ്റർ ഇതിൽ 1.10 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഇതും ഇതേപോലെ ഒരു 4-5 കൊല്ലം സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഏകദേശം ഒരു 5 കൊല്ലമായിട്ട് നമ്മളെ കയ്യിലുള്ള വണ്ടിയാണ്. അല്ല, ഒറിജിനൽ KL വയനാട് വണ്ടിയാണ്. നിങ്ങളുടെ KL 12 ഫാൻസി നമ്പറാണ്. 12 ഒറിജിനൽ കേരള. വേറൊരു കേസ് ഉണ്ട്, അത് നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ആ വണ്ടിക്ക്. ഭംഗിയാണ്, തെരഞ്ഞു പിടിച്ച് കഷ്ടപ്പെട്ട് എടുത്ത വണ്ടിയാണ് അന്ന് ഡിമാൻഡില്. ഇതൊക്കെ പാർട്ടി വെഹിക്കിൾ വണ്ടിയാണ്. അപ്പൊ നമ്മൾ പറയുന്ന റേറ്റ് ആണ്. പിന്നെ ചെറിയ തോതിലൊക്കെ നമുക്ക് പാർട്ടിയായിട്ട് സംസാരിക്കാം. ഇതിന് അവർ ചോദിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. മേലും ചോദിക്കാം, ശരിക്ക് മേലും ചോദിക്കാം. പക്ഷെ അത് ഒരു മോശമില്ലാത്ത വണ്ടി അല്ലേ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റിയ വണ്ടിയാണ്. അടിപൊളി. അപ്പോൾ ഇതാണെങ്കിലോ? ഇത് അതുപോലെ 2012 ആണ്. ഇത് 12 വണ്ടിയാ? 2012. ഇത് ഞാൻ എടുത്തതിന് ശേഷം ഫേസ് ലിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ ഇത് GD അല്ലേ? ഇത് GD ഡീസൽ. ഇതിപ്പോ നിലവിൽ മധ്യപ്രദേശ് രജിസ്ട്രേഷൻ ആണ് ഉള്ളത്. ഇത് കിലോമീറ്റർ ജെന്യൂൻ അല്ല. ഇത് 1 സംതിങ് ആണ് കാണുന്നത്. 2 lakh എബോ ഓടിയിട്ടുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, ടാക്സി അല്ല. അപ്പൊ ഇവിടെ ഒരുപാട് ടാക്സി വെഹിക്കിൾസ് ഉണ്ടാവും. ഇത് പ്രൈവറ്റ് ആണ്. ഇതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓടിച്ചൊക്കെ വന്ന വണ്ടിയാണ്. ഇത് ബാംഗ്ലൂർക്ക് അവിടുന്ന് ഓടിച്ചിട്ടുള്ളൂ. മറ്റൊക്കെ ഞാൻ ഡയറക്റ്റ് അവിടെ പോയി എടുത്തതാണ്. പിന്നെ ഇത് 12 മോഡൽ ആയതുകൊണ്ട് തന്നെ പിന്നെ NOC കാര്യങ്ങളൊക്കെ കിട്ടിക്കോളൂ. അവരെ പേര് നമ്പർ ആക്കി കൊടുക്കും. ഒരു റിസ്ക് അറിയണ്ട. ഇല്ല, അവരെ പേര് നമ്പർ ആക്കി കൊടുത്തിട്ട് എന്താ നമ്മൾ 270 12 വണ്ടി. അതും ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്ത് പുതിയ മേജർ അല്ല, ഒരു ഡോർ എന്താ റീപ്ലേസ്മെന്റ് മേജർ ആയിട്ട് ഇടിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ടോട്ടൽ ലോസ് ഓഫ് പ്രോൺ അങ്ങനെ ഒന്നും പോയിട്ടുണ്ട്. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതൊരു 13 മോഡലാണ്. ഇത് ഗുജറാത്ത് രജിസ്ട്രേഷനിലാണ് നിലവിലുള്ളത്. കൊണ്ടോട്ടി KL 84ലേക്ക് നമ്പർ NOC എടുത്ത വണ്ടിയാണ്. ജസ്റ്റ് കാണിച്ചു കൊടുക്കാനുള്ളൂ. നമ്പർ പാർട്ടിക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്താന്നുള്ളതുകൊണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇതും ഇന്ത്യയുടെ സീറ്റ് ഇതേപോലെ സൂററ്റിൽ പോയി ഞാൻ ഓടിച്ചു വന്ന വണ്ടിയാണ്. GD. ഇത് ശരിക്കും GD SP ലിമിറ്റഡ് എഡിഷൻ ആണ്. അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. എയർ ബാഗ് വരും. എയർ ബാഗ് ABS 2 എയർ ബാഗ് വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. പിന്നെ ഇതൊരു പാർട്ടിയുടെ വണ്ടി. പാർട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഡയറക്റ്റ് വാങ്ങി പോകുന്ന വണ്ടിയാണ്. കാരണം അവരെ കയ്യിൽ നിന്ന് 2ാമത്തെ വണ്ടി എടുത്താണ്. ടയർ കാര്യങ്ങളൊക്കെ നല്ല ടയറാണ്. ഇതും ഫേസ് ലിഫ്റ്റ് നമ്മൾ ഇത് 340 കൊടുക്കാൻ പറ്റും. നമ്പർ ആക്കിയിട്ട് പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ഏകദേശം 50 ഉള്ളിൽ. ഇത് NOC ആയതാണ്. എന്തായാലും 340 പേപ്പർ ആക്കി തരും കേട്ടോ. അടുത്തതായിട്ട് ഏറ്റവും ടോപ്പിന്റെ ഒരു ബ്രസ. ഇത് 2017 ZI+
ഡുവൽ ടോൺ ZDI പ്ലസ് അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് അന്ന് ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ വില ഉണ്ടാവും. 17 അല്ലേ? 17 മോഡൽ ഡീസലാണ്. ഇപ്പൊ നിലവിൽ ഹരിയാന രജിസ്ട്രേഷനിലാണ് ഉള്ളത്. ഇത് റിയ അല്ലേ? അതെ. NOC എടുത്തിട്ടില്ല, അവരുടെ പാർട്ടിയുടെ പേര് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിലുള്ളത്. പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, ടാക്സി അല്ല. ഈ മേജർ എന്തെങ്കിലും തട്ടുമുട്ട് ഇതിൽ കുറച്ച്, അതായത് ബോണറ്റ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്, ചെറിയ തോതിൽ അപ്രോണോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പാർട്ടി നമ്മൾ കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നത് ഈ സൈഡ് ചേർന്ന് ചെറിയൊരു തട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്ത് അപ്രോണൊക്കെ പോയിട്ടില്ല. ഹെഡ്ലൈറ്റ് പുതിയ അപ്രോ അതെ ഉള്ള കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ആണ്, ബോണറ്റ് റീപ്ലേസ് ആണ്, മെയിൻ ക്ലാസ് അപ്രോൺ പോയിട്ടില്ല. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഡാമേജും ഇല്ല. അതല്ല മേജർ ആയിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. അതായത് ഇത് 2017 12 മാസം ഇറങ്ങിയ വണ്ടി അല്ലേ? 17. അതെ 17. ഡെലിവറി സ്റ്റിക്കർ അവിടെ ഇരിപ്പുണ്ടല്ലോ. ZDI പ്ലസ് ഡുവൽ ടോൺ ആണ്. അതെ റെഡ് ആൻഡ് ബ്ലാക്ക് ഡീസലാണ്. അപ്പോൾ എന്തായാലും മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് അത്യാവശ്യം മൈലേജ്. ഇത് നമുക്കിപ്പോൾ പ്രൈസ് ആണെങ്കിലോ? ഇത് നമുക്ക് NOCയിൽ ഒരു 4 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ്. അതായത് ടാക്സ് ഒരു 50 രൂപ ടാക്സും പ്രതീക്ഷിക്കണം. ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിക്ക് 5 ലക്ഷം രൂപക്ക് നമ്പറാക്കി കൊടുക്കാം. 5 ലക്ഷം രൂപ കൊടുക്കാം, നമ്പറാക്കി കൊടുക്കും. ഇത് ഉപയോഗിക്കാൻ എടുക്കുന്നവർക്കൊക്കെ എന്താ ഇത് കിലോമീറ്റർ ഇതിൽ കാണുന്നത് 90,000 ആണ്. പക്ഷെ 1/13 2023 സർവീസ് കയറിയിട്ടുണ്ട്. 1.5 താഴെ ആയിട്ട് പ്രതീക്ഷിക്കാം. അതാണ് പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പ് എൻഡ് 2017 വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയ്ക്ക് നമ്പറാക്കി കൊടുക്കും. അടിപൊളി. പിന്നെ മേജർ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? മേജർ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു ക്രിസ്റ്റ കാണിച്ചു തരാം. ഇതേതാ മോഡല്? ഇത് 2016 Z മാനുവൽ. 16 Z മാനുവൽ അല്ലേ? 16 Z മാനുവൽ. ഓക്കെ. ഏറ്റവും അന്നത്തെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതെ. പിന്നെ മാനുവൽ ടോപ്പ് എൻഡ്. ഇതെന്താ വെച്ചാൽ പ്രത്യേകം വെച്ചാൽ ടയർ കാര്യങ്ങളൊക്കെ സൈസ് കൂടിയതാണ്. പിന്നെ ഇന്റീരിയർ ബ്ലാക്ക് അടിപൊളി, നല്ല നീറ്റാട്ടോ. നല്ല നീറ്റ്. കുറ്റം പറയാനില്ല. ഇത് കിലോമീറ്ററോ? 1,60,000 കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആയിരിക്കും. ജെനുവിൻ ആണ്, 99% സർവീസ് ഉള്ള വണ്ടികളാണ്. കാരണം 16. പിന്നെ നമുക്ക് പാർട്ടിക്ക് എവിടെ പോയിട്ടും ചെക്ക് ചെയ്യാം. ടൊയോട്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഇതില് ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് ഇതിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടോ ആ കംപ്ലൈന്റ് ഞാൻ തീർത്തിട്ടാണ് കൊടുക്കാം. എന്നിട്ടേ കൊടുക്കുള്ളൂ. ഈ 2 കൃഷിക്കുള്ള ഓഫറാണത്. ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഈ കിലോമീറ്റർ അവർക്ക് ചെക്ക് ചെയ്യാം. അവർക്ക് അടുത്തുള്ള ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് സർവീസുള്ള പേയ്മെന്റ് ഞാൻ ചെയ്തു കൊടുക്കും. കമ്പനി പറയുന്ന സർവീസ് ചെയ്തു കൊടുക്കും. പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈവറ്റ്. ഇനി ഈ ബമ്പർ കാര്യങ്ങൾ ഞാൻ മാറിയതാണ്. അത് ഞാൻ മാറിയ ഫേസ് ലിഫ്റ്റ് ചെയ്ത വന്നപ്പോ പഴയ മോഡലായിരുന്നു, ഞാൻ മാറിയതാണ്. പുതിയ മോഡലാക്കി. 17 Z മാനുവലിന്റെ വില കൂടി കേട്ടെ. 16 Z മാനുവൽ. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് ഒരു 14,70. നമ്പർ പേപ്പർ ആക്കിയിട്ട് 14,70,000 രൂപ. 14,70 അല്ലേ? വലിയ കൂടുതലൊന്നും പറയാൻ പറ്റൂല. പിന്നെ അത് ക്വാളിറ്റി ഉണ്ട്. അത് മാത്രല്ല പിന്നെ 4 ടയർ 4 5 അടിപൊളി. അതായത് ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒന്നുമില്ലാത്ത Z മാനുവൽ. എന്താ വെച്ചാൽ കസ്റ്റമർ ഉപയോഗിക്കുക ടയറൊക്കെ ഒരുപോലെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പാർട്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതയാണ് അത്. അതെ. പിന്നെ വണ്ടിയുടെ വൃത്തി കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യമൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഉപയോഗിച്ച വണ്ടിയാണ്. അതുപോലെ തന്നെ സെയിം സാധനം ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് G4 അല്ലേ? ഇത് G4 ഓട്ടോമാറ്റിക് 2019. ഓക്കെ. 19 G4 ഓട്ടോമാറ്റിക് ആണ്. നല്ല ക്ലീൻ ആട്ടോ വണ്ടി. ഇതിന്റെ പ്രത്യേകത 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കേണ്ടി വരും. കാരണം ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ഉണ്ട്. പിന്നെ കാറിന് ഒന്നും വേണ്ട, അതിന്റെ ഡോറും തുറന്നു വെച്ചു. തുറന്ന നമുക്കറിയാലോ അത് ഉപയോഗിച്ചതാണോ ഉള്ളിൽ. ഇതുമ്പോ ഞാൻ പറയല്ല, കൂടുതൽ വർക്കൊന്നും എടുത്തിട്ടില്ല ഞാൻ. പെയിന്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അത് ചെറിയ സ്ക്രാച്ച്, അത് പഴയ ഫോട്ടോ ഒക്കെ കൊടുക്കാൻ തയ്യാറാണ് നമ്മള്. അപ്പൊ അതേപോലെ ബമ്പർ ഞാൻ മാറിയതാണ്. അല്ല ഇതിപ്പോ നമ്മളിപ്പോ ഒരു വണ്ടിയിൽ ഇപ്പൊ എല്ലാരും പറയുന്നത് ഹിസ്റ്ററി ഒക്കെ പക്കയാണോ ചോദിക്കുകയാണെങ്കിൽ 32,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, ടാക്സി അല്ല, പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. അതായത് 2.8 ഓട്ടോമാറ്റിക്. ശരി. ഇതില് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് NOCയിൽ 15.5 ലക്ഷം രൂപ ചോദിക്കുന്നു. നമ്പർ ആക്കാൻ 2 ലാക്ക്. 2 ലാക്ക് മതിയോ? മതി. വേണ്ട, 17 നമ്പറാക്കി കൊടുക്കും. അതിന്റെ ബാക്കിയുള്ള ഉത്തരവാദിത്തം നമ്പർ, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ എടുക്കും. ബാക്കി 19 മോഡല് ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ. അത് ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി. അവര് ഞാൻ പറഞ്ഞില്ല, ഇനി ചെക്ക് ചെയ്ത് നോക്കാം. കമ്പനിയിൽ കൊണ്ടുപോയി എവിടെയും കൊണ്ടുപോകാം. നോക്കിയിട്ട് വെക്കുന്നതാണ്. നമ്മളെ ഭാഗത്ത് 99% ഗ്യാരണ്ടി പറയാം. പിന്നെ നമുക്ക് വണ്ടിയല്ല, കാറല്ലേ, എന്തെങ്കിലും നമ്മൾ അറിയാം ഹിസ്റ്ററി പ്രകാരം നോക്കിയിട്ടുണ്ട്. കാറിന് എങ്ങനെയും നോക്കാം, കമ്പനി കൊണ്ടുപോകാം, ആളെ കൊണ്ടുവരാം, എങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും 19 വണ്ടി മോശമില്ലാത്ത പ്രൈസാണ്. എടുത്ത് ഉപയോഗിക്കാനുള്ള താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ. അടുത്തത് യാരിസ് പെട്രോൾ അല്ലേ? പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ സാധനം ഡീസൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മുടെ മറ്റേ അൽട്ടീസ് ഒക്കെ പോലെ ക്ലിക്ക് ആവേണ്ട ഒരു സാധനമായിരുന്നു. കിട്ടൂല.
ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ പൈസക്ക് നല്ലൊരു പ്രീമിയം കാർ ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇത് ഫ്യൂൽ എഫിഷ്യൻസി ഓട്ടോമാറ്റിക് ആണ്, മൈലേജ് കുറച്ച് കുറയും, പക്ഷെ അത്രയും ലക്ഷറി കാറാണ്. അത് കുറച്ച് കുറയുന്ന പറഞ്ഞാൽ ഒരു 10 പ്രതീക്ഷ മതി കേട്ടോ. 12 റേഞ്ച് ഒക്കെ ആവറേജ് ലോങ്ങിൽ കിട്ടുന്നുണ്ട്. 12 കിട്ടും. ഇതൊക്കെ എന്റെ ഫ്രണ്ട് ഞാൻ പോയി എടുത്ത് 3 കൊല്ലം മുമ്പ് ഞങ്ങൾ പോയി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇതില് ഈ പറഞ്ഞ ഇതില് 4-5 കാർ കസ്റ്റമർ വെഹിക്കിൾസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ എടുത്തു കൊടുത്ത 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് എടുത്ത വണ്ടികളാണ്. ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2018 ജെ വേരിയന്റ് ആണ്. 18 ജെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുള്ളിന്റെ തൊട്ട് താഴെ. പിന്നെ ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ്. 2nd ഓണർഷിപ്പിന്റെ ആളെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. തേർഡാണ്. 80,000 ഓടിയിട്ടുണ്ട്. അതൊക്കെ ജെന്യൂൻ ആണ്. പക്ക ഇപ്പൊ സർവീസ് ഓട്ടോമാറ്റിക്. പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ക പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ. വില ഇതേപോലെ 5.25 പാർട്ടി ചോദിക്കുന്നത്. അവര് ചോദ്യം പിന്നെ ചെറിയ തോതിലൊക്കെ വേരിയേഷൻ നമുക്ക് സംസാരിക്കാം. 18 അല്ലേ? 18 കൊടുക്കേണ്ട പൈസ തീർച്ചയായിട്ടും. പിന്നെ ഒരു കൂടുതൽ ചോദിക്കാൻ പറ്റൂലല്ലോ. അതിൻ്റെതായുള്ള ആൾക്കാരല്ല. അപ്പൊ അതിന് നമുക്കൊരു പാർട്ടിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പൈസ കോൺഫിഡൻസ് എന്താ പറയുക? ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ വണ്ടി എടുക്കാന്ന് വെച്ചോ, നമുക്ക് ഒരു 55-60 രൂപയ്ക്ക് മതി, ഒന്നും വരും, ഒരു കംപ്ലൈന്റും വരില്ല. അതാണ് അതിന്റെ ഒരു ഗുണം. പിന്നെ പ്രോപ്പർ സർവീസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇപ്പൊ സർവീസ് 10-30 രൂപന്റെ സർവീസ് ചെയ്താണ്. അതായത് കമ്പനി കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ ചെയ്യണോ അതൊക്കെ ചെയ്തല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 2 ബെസ്റ്റ് പ്രൈസ്. ഇത് 2012 ഓട്ടോമാറ്റിക്. 12 ഓട്ടോമാറ്റിക്. ഇത് നിലവിൽ 2 വീൽ ഓട്ടോമാറ്റിക്. നിലവിൽ മലപ്പുറത്തേക്ക് എന്റെ പേരിൽ NOC എടുത്ത വണ്ടിയാണ്. ഇത് റീ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കും. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല. നിങ്ങൾ ഒരു വണ്ടി റീ ആയിട്ട് കൊടുക്കണ്ട, അല്ല ഒക്കെ നമ്പറാക്കി തീരൂല. അതിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കും. ഒരു പക്ഷേ NOC എടുക്കാൻ ചിലത് അങ്ങോട്ടോ ചില RTO ഓഫീസിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്തെന്നെ വന്നാലും അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കും. പേപ്പറാക്കി കൊടുത്താൽ പിന്നെ ചൊറയില്ലല്ലോ. പേപ്പറാക്കി കൊടുക്കും. ഇത് എന്റെ പേരിൽ NOC എടുത്തതാണ്. ഇത് 2-3 ദിവസം കൊണ്ട് നമ്പർ ആക്കാനുള്ളതുള്ളൂ. 12 മോഡലാണ്. 2 വീല് ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ ജെന്യൂൻ അല്ല. 140 ആണ് കാണുന്നത് ഇതില്. പക്ഷെ 2 lakh ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് എന്തോ ഒരു ബോണറ്റോ എന്തോ ഒരു ചെറിയ പീസ് റീപ്ലേസ് ഉണ്ട്. ഇത് നമുക്കിപ്പോ വില എത്ര വരുന്നുണ്ട്? ഇത് നമുക്കൊരു 890 റീ ആക്കി കൊടുക്കാം. ഓട്ടോമാറ്റിക് ബെസ്റ്റ് പ്രൈസ് ആണ്. 12 വണ്ടി 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 890. അടിപൊളി, മോശമൊന്നുമില്ല കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി ആർക്കെങ്കിലും വേണം നോക്കിയോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി. അടുത്തത് മാനുവൽ അല്ലേ? ഇതേപോലെ 12 മാനുവലാണ്. ഇത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. 12 മാനുവൽ. അതായത് 4 വീൽ മാനുവൽ ആണോ 2 വീലോ? 2 വീൽ ഡ്രൈവ് മാനുവൽ. 2 വീൽ ഡ്രൈവ് മാനുവൽ. ഇതിന്റെ ഇല്ല മാർക്കറ്റിൽ മൈലേജ് ഉണ്ടാവും ഇതിന്. 2 വീൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അതായത് ഈ 2 വീലില് പിന്നെ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഈ മാനുവൽ 2 വീൽ അങ്ങനെ എന്താ പറയുക, ഇന്നോവയൊക്കെ പോലെ തന്നെ നല്ല മൈലേജ് ഉണ്ട്. ഇതും ഇതേപോലെ ഞാൻ പറയുമ്പോൾ നമ്മൾ ഓടിച്ചു വന്ന വണ്ടികളാണ്. പിന്നെ ഇതിന്റെ ടയർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല, അതും 5 ടയർ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറുകളാണ്. പിന്നെ ഇതിന് ചെറിയ റീപ്ലേസ്മെന്റ് ആണ്. ബോണറ്റും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ മധ്യപ്രദേശ് രജിസ്ട്രേഷനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. മേജർ ആയിട്ട് അപ്രോണ കാര്യം ഒന്നും പോയിട്ടില്ല. മേജർ ഒന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ കിലോമീറ്റർ ഇതിൽ കാണുന്നത് 1 സംതിങ് ജെന്യൂൻ അല്ല, 100% ജെന്യൂൻ അല്ല. 2 lakhന്റെ മേലെ ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ മെക്കാനിക്കൽ ഇപ്പൊ ഞാൻ പറയില്ല, നമ്മള് ഒരു 12,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആണ്. ഇത് ഞാനൊരു 840 കൊടുക്കാം. 840 അടിപൊളി നമ്പറാക്കി കൊടുക്കാം. 12 2 വീൽ ഡ്രൈവ് മാനുവൽ. ശരിക്കും അല്ലേ? എന്തായാലും ഇത്രയും നല്ലൊരു വണ്ടിയല്ലേ 840 റേഞ്ചിലൊക്കെ, അതും പേപ്പർ ആക്കിയിട്ട്. അതെ, മോശമൊന്നുമില്ല കേട്ടോ. ഈ ഫോർച്യൂണർ രണ്ടും പ്രൈസിന്റെ കാര്യത്തിൽ അടിപൊളി പ്രൈസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ ആൾക്കാർ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കാണിച്ച വണ്ടികൾ ഒന്നും തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റീ വണ്ടികൾ ചെറിയ പൈസയ്ക്ക് വേണമെങ്കിൽ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാർവേയിൽ ഇനി അടുത്തൊരു സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും വരാം അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ ചെയ്താലോ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കാർവ മോട്ടോഴ്സിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം തന്നെ. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൈസിൽ അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു മറ്റേ ക്രിസ്റ്റേനെ അങ്ങ് മാറ്റി നിർത്തിയ ബാക്കി എല്ലാം ചെറിയ പൈസയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കേസുണ്ട്, യൂസറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി നോക്കി എടുക്കുക. 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ പണി കിട്ടൂല, അല്ലെങ്കിൽ പണിയും കൊണ്ട് നടക്കാം. നമ്മുടെ വണ്ടികളൊക്കെ പക്കയല്ലേ? 100%. ഓക്കെ.
പിന്നെ അത് അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, വീഡിയോസോ കാര്യങ്ങളോ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ ഒരുവിധം കാറുകളൊക്കെ നമ്മളെ കയ്യിലൂടെ പോയ വണ്ടികൾ, അതായത് നമ്മൾ ഓടിച്ചു കൊണ്ടുവന്ന് വർക്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്ത നമുക്കൊരു ഐഡിയ ഉണ്ട്, എല്ലാത്തിനെ കുറിച്ചും ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഏത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ, നമ്പറൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉറപ്പുള്ള കോൺഫിഡൻസോട് കൂടി തരാൻ പറ്റുന്ന സംഗതികളാകുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും